നിരവധി വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ട് ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സാജിദ കുന്നക്കാട് അവതരിപ്പിച്ച ബജറ്റിൽ 48.90 കോടി രൂപ വരവും 48.45 കോടി രൂപ ചെലവും 45 ലക്ഷം രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. മേഖലകൾക്കുള്ള വകയിരുത്തലുകൾ, പുതിയ ഗ്രാമീണ റോഡുകൾ 6 കോടി 78 ലക്ഷം, ഗ്രാമീണ റോഡുകളുടെ പരിപാലനം 3 കോടി 72 ലക്ഷത്തി 32,000, ഭിന്നശേഷി വിഭാഗക്കാരുടെ ഉന്നമനം 67 ലക്ഷം. ഭവന നിർമ്മാണം, ഭിന്നശേഷി വിഭാഗക്കാരുടെ ഉന്നമനം, പൊതുജന ആരോഗ്യം, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും, തെരുവിളക്ക് സ്ഥാപിക്കൽ, വനിതാക്ഷേമം, ശുചിത്വ മാലിന്യ സംസ്കരണം, പട്ടികജാതി ക്ഷേമം, ദാരിദ്ര്യ ലഘൂകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ പ്രധാന പരിഗണന നൽകിയിട്ടുണ്ട്. പുതിയ ഡയാലിസിസ് സെന്റർ, പരാതികൾ പരിഹരിക്കാൻ പ്രസിഡന്റ് കണക്ട്, മാതൃകാ ഹരിത വീഥികൾ, നൈപുണ്യ വികസനത്തിനായി സ്കിൽ ആദവനാട്, പാക്കച്ചിറ കുളത്തിന് സമീപം സാംസ്കാരിക കേന്ദ്രം, പരിരക്ഷ 2ാം യൂണിറ്റ്, പ്രവാസികൾക്കായി മൊബൈൽ റെസ്റ്റോറന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് സമ്പൂർണ്ണ സോളാർ വൽക്കരണം എന്നിവ ഉൾപ്പെടെ ടി ആസാദ് ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. ആകെ വരവ് 48,59,56,162 രൂപ. ആകെ ചെലവ് 48,44,84,500 രൂപ. നീക്കി ബാക്കി ഉള്ളത് 44,71,662 രൂപയാണ്. ഈ ബഡ്ജറ്റിൽ നമ്മുടെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആരോഗ്യ രംഗത്തുള്ളത്, നമ്മുടെ പഞ്ചായത്തിൽ പുതിയ ഒരു ഡയാലിസിസ് സെന്റർ, അതിലൊരു തന്നെ PHCക്ക് പുതിയ കെട്ടിടം, പിന്നെ ഭിന്നശേഷി ബഡ്സ് സ്കൂള്, പരിരക്ഷ 2ാം ഘട്ട യൂണിറ്റ്, പിന്നെ ആദവനാട് പഞ്ചായത്തിൽ ഗ്രാമവണ്ടി, ഇൻഡോർ സ്റ്റേഡിയം, പാക്കച്ചിറ കുളത്തിന്റെ സമീപം സാംസ്കാരിക കേന്ദ്രം, പുത്തനത്താണി സൗന്ദര്യവൽക്കരണം, സമ്പൂർണ്ണ സോളാർ വൽക്കരണം പഞ്ചായത്തിൽ. അപ്പൊ എല്ലാ മേഖലകളെയും തൊട്ട് തലോടിയിട്ടാണ് ബജറ്റ് അവതരണ യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ജാസിർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP മറിയാമോ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ കടലായി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി, വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.